ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് റെഡ് ബീറ്റർ. മിനി ജപ്പാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ കൊൽക്കത്തയിലെ ജാപ്പാനീസ് ഫോറസ്റ്റ് എന്ന പാർക്കിനുള്ളിലെ ദൃശ്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ചെന്നെത്തുന്നത്. ജപ്പാനിലെ പരമ്പരാഗതമായ ധ്യാന കേന്ദ്രങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ചെറുതും വലുതുമായ ബുദ്ധ പ്രതിമകളും ടോറി ലൈറ്റുകളാലും മനോഹരമായ പൂന്തോട്ടങ്ങൾ ധ്യാനത്തിന്റെ കേന്ദ്രങ്ങളാക്കിയ ജാപ്പാനീസ് പാർക്കിനുള്ളിലെ ദൃശ്യങ്ങളിലേക്ക്. ചെറുപുഞ്ചിരിയുമായി ബുദ്ധശില്പം കവാടത്തിനു സമീപം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു. രാത്രികാലങ്ങളിൽ ഇവ നാടകീയമായി പ്രകാശിപ്പിക്കുന്നു. മുള കൊണ്ട് രൂപകൽപ്പന ചെയ്ത് വള്ളിച്ചെടികൾ പടർത്തിയ നടപ്പന്തലുകളിലൂടെ നടന്നു നീങ്ങിയാൽ ചെന്നെത്തുക പ്രത്യേക ശ്രേണിയിൽ പാകിയെടുത്ത നടക്കല്ലുകളിലേക്കാണ്. ധ്യാനത്തിനുള്ള ഇടമായി നിർമ്മിച്ച കെട്ടിടത്തിനു വെളിയിലെ ചുമരിൽ ഗരുഡനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് ചാടി ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മെറ്റൽ ശില്പങ്ങളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന് താഴെയായി ചെറു ശില്പങ്ങളും വിവിധ ഭാഗങ്ങളോട് കൂടിയ ബുദ്ധശില്പങ്ങളൊക്കെയാണ് ഇവ. പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന ഉദ്യാനങ്ങൾക്കിടയിൽ താമര ശില്പങ്ങളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ജാപ്പാനീസ് പൂന്തോട്ടത്തിൻ്റെ പ്രധാന ഭാഗം വെള്ളം തന്നെയാണ്. പാലങ്ങളോടുകൂടിയ ഒരു കേന്ദ്രകുളവും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജാപ്പാനീസുകൾ പ്രകൃതിയുടെ ഘടകങ്ങളെ ആരാധിക്കുന്നത് കൊണ്ടാവാം മനോഹരമായ ഉദ്യാനങ്ങളിൽ മണിയും സ്ഥാപിച്ചിരിക്കുന്നു. മണികളുടെ നാദങ്ങൾക്ക് ഇവർ പ്രത്യേക സ്ഥാനമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈ ജാപ്പാനീസ് പാർക്കിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പഗോഡയുള്ള ഒരു ആശ്രമം, ഇത് ധ്യാനത്തിനായുള്ള ഒരു ഇടമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നഗ്നപാതനായിട്ട് വേണം ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പഗോഡ ഒരു ആധികാരിക ഘടന പോലെ നന്നായി വ്യക്തമാക്കപ്പെട്ട രൂപകൽപ്പനയാണ് ഇവിടെയുള്ളത്. വലിപ്പമുള്ള ഈ പഗോഡകൾ നന്നായി കറങ്ങത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ ആശ്രമത്തിനുള്ളിലായി ഇതുപോലുള്ള രണ്ട് വലിയ പഗോഡകളും കാണാം. മുളവിളക്കുകൾ രാത്രികാലങ്ങളിൽ ഒരു ദൃശ്യാനുഭവം തന്നെയാണ്. ടോറി ഗേറ്റ്സ് ഷിൻഡോ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിലോ അതിനകത്തോ സാധാരണയായി നിർമ്മിക്കപ്പെടുന്ന ജാപ്പാനീസ് പരമ്പരാഗത ഗേറ്റാണ് ടോറി. ടോറി പരമ്പരയിലൂടെ ഇതിലെ തൂണുകൾ എണ്ണി വേഗത്തിൽ നടന്നാൽ നിങ്ങളുടെ ആന്തരിക ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം സമ്മാനിക്കുന്നു എന്നാണ് സങ്കല്പം.